എഞ്ചിനീയറിംഗ് കോളേജ് ഓപ്ഷൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. വൈകിട്ട് 4 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. പുതിയ കോഴ്സുകൾക്ക് KTU അംഗീകാരം നൽകിയതിനാൽ ഓപ്ഷൻ നൽകാനുള്ള തീയതി ഓഗസ്റ്റ് 2 നീട്ടാൻ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അതേസമയം കീമിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘങ്ങളുടെ പ്രതിഷേധം ശക്തമായി തുടരുമെന്ന് നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. അഞ്ജു ജയപ്രകാശിന്റെ വിവരങ്ങളുമായി. അഞ്ജു, ഗുഡ് മോർണിംഗ്. ഈ കീമിൽ ഇപ്പോഴും ഒരു ഭാഗത്ത് വിദ്യാർത്ഥി പ്രതിഷേധമൊക്കെ തുടരുകയാണ്. പലവിധമായ ആശങ്കകളും നിൽക്കുന്നുണ്ട്. കാരണം കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ കോടതി തീർപ്പാക്കി, കേസ് തീർപ്പാക്കി. പക്ഷേങ്കിലും ഈ കേസിൽ ഇപ്പോഴും വലിയ ആശങ്കയുണ്ട് CBSE-കാർക്കാണെങ്കിലും കേരള സിലബസുകാർക്കാണെങ്കിലും ഒക്കെ. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇതിൽ കൃത്യമായി പറഞ്ഞതാണ് ഈ നടപടിക്രമങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ഇടപെടില്ല എന്ന്. അതിൽ സർക്കാർ അപ്പീലും പോവില്ല. പക്ഷേ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നായിരുന്നു സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വരും വർഷങ്ങളിൽ ഈ പരീക്ഷ കഴിഞ്ഞ് സർക്കാരിന് പ്രോസ്പെക്റ്റ് മാറ്റാമോ എന്ന കാര്യം 4 ആഴ്ചക്കകം പരിഗണിക്കും എന്നതാണ് കോടതി പറഞ്ഞത്. ഇക്കാര്യത്തിൽ കേരള സർക്കാരിന് നോട്ടീസും അയച്ചിട്ടുണ്ട്. ഇന്നിതിൽ ഓപ്ഷൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാനിക്കുകയാണ്. വൈകിട്ട് 4 മണിവരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. ഈ പുതിയ കോഴ്സുകൾക്കൊക്കെ KTU അംഗീകാരം നൽകിയതിനാൽ തന്നെ ഓഗസ്റ്റ് 2 ഓപ്ഷൻ നൽകാനുള്ള തീയതി നീട്ടാൻ ഈ ഹൈക്കോടതി ഉത്തരവുണ്ട്. പക്ഷേ ഈ ക്രമീകരണങ്ങളൊക്കെ പുതിയ കോഴ്സുകൾക്ക് മാത്രമാണ് ഉണ്ടാവുക. ഈ പ്രവേശന പരീക്ഷാ കമ്മീഷൻ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതുതായി അപേക്ഷ സമർപ്പിക്കാൻ അവസരം ഉണ്ടാവും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഷെഡ്യൂൾ പ്രകാരം ആദ്യത്തെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് അധികൃതർ ഇക്കാര്യത്തിൽ പറയുന്നത്. എന്തായാലും കീമുമായി ബന്ധപ്പെട്ട് കീം കോടതി കയറിയത് മുതൽ വലിയ തരത്തിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇന്നും സെക്രട്ടേറിയറ്റിലേക്ക് ABVP-യുടെ പ്രതിഷേധമുണ്ട്, മാർച്ചുണ്ട്. മന്ത്രി R ബിന്ദു രാജിവെക്കണം, സർക്കാരിന്റെ നടപടി കാരണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ആശങ്കയിലായത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ABVP-യുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുണ്ട്. കഴിഞ്ഞ ദിവസം KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അഞ്ജു, വ്യക്തമാണ്. ശരി.